പൊതുവെ മീഡിയയിൽ രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഫർദറാണ് ഈ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്ത് ചില നടന്ന സംഭവമുണ്ട്, ഇനി നടക്കാൻ പോകുന്ന ചില സംഭവത്തെ പറ്റി സ്പെക്കുലേഷൻ, പിന്നെ ഒരു ആൻറ്റിസിപ്പേഷനുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന സ്പെക്കുലേഷനല്ല, ആൻറ്റിസിപ്പേഷനാണ്, പ്രതീക്ഷിക്കുന്നത്. അതിലേകദേശം ഈ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം അതിനകത്ത് ഒരു 90% നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇന്നത്തെ ഇന്ത്യയുടെ കറണ്ട് എക്കണോമിക് കണ്ടീഷൻ, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവറിലോട്ട്, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവർ തീരുമാനിക്കും, കോൺഗ്രസ് അല്ല. അങ്ങനെ സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, പാണക്കാട് തങ്ങൾ സൂപ്പർ ഡൂപ്പറായിട്ട് രാഹുൽ ഗാന്ധിയെക്കാളിലും ഹൈക്കമാൻഡിനേക്കാളിലും വലിയ കമാൻഡായി മാറി. ഇത് മനസ്സിലാക്കുക, ഇന്ത്യ ഭരിക്കുന്ന BJP മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി സൈലൻ്റായിട്ട് നോക്കിയിരിക്കുവല്ല ഇതൊന്നും. അത് ആദ്യം തലയിലിടുക. അവരൊക്കെ സൈലൻ്റായിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ മേളിൽ കയറി ബുൾഡോസ് ചെയ്ത്, അതായത് ഭീഷണിപ്പെടുത്തി ഗവർണർക്ക് പിന്തുണ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവരവരുടെ ഒരു കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയാക്കുന്ന ഈ ഇന്ത്യ ഭരിക്കുന്ന 3ാം ടൈം ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റും കേരളത്തിലെ BJP സൈലൻ്റായിട്ടൊന്നും നോക്കിയിരിക്കത്തില്ല. അപ്പം അതിൻ്റെ ഫസ്റ്റ് വെടിയാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. അതിനെ ആ രീതിയിൽ വളരെ ഡീപ്പായിട്ട് കാണുന്നത്. അത് സ്പെക്കുലേഷൻ അല്ല, ആൻറ്റിസിപ്പേഷനാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാം. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം മോദി ഗവൺമെൻറ്റിൻ്റെ 1 വർഷം കഴിഞ്ഞ ശേഷമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 10 വർഷം കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് മുസ്ലിം ലീഗിന് ആ ഒരു സമയത്ത് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ അറ്റാക്കോ സംഭവങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം ഓപ്പൺ പ്ലാറ്റ്ഫോമിലോട്ട് കാര്യങ്ങൾ കയറി വന്നിരിക്കുകയും, അത് ഞാൻ പറയുന്നത് ആൻറ്റിസിപ്പേഷൻ അല്ല, ആൻറ്റിസിപ്പേഷനാണ്, സ്പെക്കുലേഷൻ അല്ല. അതായത് ഇന്ത്യയിൽ പുതിയതായിട്ട് 2 ദിവസം മുമ്പ് കൊണ്ടുവന്നൊരു പോളിസിയുണ്ട്. 15% ഗോൾഡിന് എക്സ്ട്രാ ടാക്സ് ഇമ്പോർട്ട് അതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓസ്റ്റെറിറ്റി, അതായത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടും, അതായത് ഇന്ത്യൻ കറൻസിയുടെ ഇൻഫ്ലേഷനും, അതേപോലെ തന്നെ ഇന്ത്യൻ കറൻസിയെ നിലനിർത്തണം, ഫോറിൻ എക്സ്ചേഞ്ച് സ്ട്രെങ്തൻ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ് ഇന്ത്യക്കാർ വരുന്ന 1 വർഷത്തേക്ക് ഗോൾഡ് വാങ്ങരുത്. 2 പോളിസി അങ്ങ് എടുക്കുക. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത്. UAE, സൗദി അറേബ്യ, മസ്കറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഈ സ്ഥലങ്ങളിലൊക്കെ. പിന്നെ അടുത്തൊരു സംഭവം എടുക്കുക. കഴിഞ്ഞ 3-4 വർഷം ഗോൾഡ് സ്വർണ്ണ കള്ളക്കടത്ത്, അതായത് ഈ കേരള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസ് വരെ അക്യൂസ്ഡ് ആണ്. ആ ലെവലിലാണ് ഇത് പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രതികളാരാണ്? കേരളത്തിലൊരു പ്രത്യേക മൈനോറിറ്റി സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ അക്യൂസ്ഡ്. എല്ലാവർക്കും അറിയാം. പലതും കേസുകളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ ഈ പറയുന്ന സതീശൻ്റെ ഗവൺമെൻറ്, സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ലീഗാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗോഡ് ഫാദറായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ അനുമാനമൊന്നുമല്ല. ഇത് മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുണ്ട്, മറ്റുള്ള റിപ്പോർട്ടുകൾ, പല റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഗോഡ് ഫാദറുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതായത് UDF വലിയ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി സ്മഗ്ലിംഗ് സ്ക്വാഡ് കോഴിക്കോട് എയർപോർട്ടുമായി കേന്ദ്രീകരിച്ച് നടന്ന് അത് പെട്ടെന്ന് അങ്ങ് പിരിച്ചുവിട്ടു. അതിനെ ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പം ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷനിങ് എടുക്കുക. നിങ്ങൾ PV അൻവർ പറഞ്ഞൊന്നും മറക്കരുത്. ഇത് ഒരു കാര്യവും മറക്കുക. അതുകൊണ്ടാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണം.
ഈ സംഭവം ഇത്രമാത്രം ഗോൾഡ് നേരത്തെ കൊണ്ടുവരുന്ന ഇത്രമാത്രം ലാഭം കിട്ടത്തില്ലായിരുന്നു. ഈ 15% എക്സ്ട്രാ ഡ്യൂട്ടിയും ടാക്സും ഒക്കെ ആയി ജനങ്ങളോട് ഗോൾഡ് മേടിക്കരുന്ന് കേന്ദ്ര ഗവൺമെൻറ് ഓസ്റ്ററിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ, ഒന്നാമത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ പ്രശ്നം, അവിടെ ജോലി നഷ്ടപ്പെടുന്നു, പഴയ ആൾക്കാർക്ക് ജോലിയില്ലാതാകുന്നു, മറ്റു പലർക്കും ജീവിക്കാൻ പറ്റുന്നില്ല, വാറിൻ്റെ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ജോലി ഉണ്ടാകാൻ പോവുകയാണ്, പ്രത്യേകിച്ച് ലീഗ് വന്നു കഴിയുമ്പോൾ. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായിട്ടങ്ങ് നടക്കും. അതായത് ഇന്ത്യയിലോട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നതിൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളം അങ്ങ് മാറും. ഇതിൻ്റെ അകത്ത് ആർക്കും, ഞാൻ ഈ പറയുന്നതിൻ്റെ ആർക്ക് സംശയമുണ്ട്? സംശയം വേണ്ട. കാരണം ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ മോദി ഈ പറയുന്ന ലീഗ് ആ സമയത്ത്, മോദി വന്ന സമയത്ത് ലീഗ് ആക്റ്റീവല്ല, കാരണം പിണറായി വിജയൻ അധികാരത്തിൽ വരികയാണ്. പക്ഷേ ഇപ്പം ലീഗ് ആക്റ്റീവാണ്, അവരുടേതാണ് മുഖ്യമന്ത്രി കേരളത്തിൽ. കോൺഗ്രസ്സിന് വലിയ കാര്യമൊന്നുമില്ല, അവർ തന്നെ പലതും, അതായത് ലോ ആൻഡ് ഓർഡർ ആണെങ്കിലും പോലീസിങ് ആണെങ്കിലും അവരൊക്കെ നിയന്ത്രിക്കും. ഈ സംഭവം, അതായത് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്, വരാൻ പോകുന്ന 60 ദിവസത്തിനുള്ളിൽ മിനിമം 1000 കേസെങ്കിലും കേരളത്തിൽ ഫ്ലോട്ട് ചെയ്യും. മിനിമം 1000 കേസ് വരും. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ക്രൈസിസ്, അൺഎംപ്ലോയ്മെൻറ്റ് കേരളത്തിൽ ഭയങ്കരമായിട്ട് കൂടുന്നു. അതായത് ആളുകളുടെ ഈ പണമില്ല. അപ്പോൾ ഓപ്ഷൻ എന്തുവാ? അടുത്തൊരു ജോലി എന്തുവാ? ഈ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കേരളത്തിലൊരു ഇഷ്ടം പോലെ ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അധികം പേരും ഇതിൻ്റെ കാരിയേഴ്സ് ആകും. അപ്പോൾ അതിനകത്തൊക്കെ ഒരു റാക്കറ്റും മാഫിയയും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസ് അന്വേഷണം പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വലിയൊരു മാഫിയ സംഘം, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു വലിയൊരു ക്രിമിനൽ സംഘങ്ങൾ ഓരോ പോക്കറ്റിലും ഉണ്ടാകും. അത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മൂർച്ഛിച്ച സമയത്ത് ആക്സിഡൻറ്റ് നടക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ആയങ്കിയുടെ കാര്യം, അവരെ ഇവരെ ഓരോ കേസുകൾ ഓരോ ദിവസം ഇത്ര അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു. പിന്നെ കേരള ഗവൺമെൻറ് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാക്കിയാണ് ഇതിനെ കൺട്രോൾ ചെയ്തത്. ഇതങ്ങ് പെരുകും. ഇപ്പോഴതിനേക്കാളും ലാഭം കൂടുതലാണ്, 15%. അതായത് നേരത്തെ 2 ഇരട്ടി ലാഭം കിട്ടുകയാണ്. അപ്പോൾ ആൾക്കാർ റിസ്ക് എടുത്ത്, കാരണം ഇപ്പോൾ അവർക്കൊരു പൊളിറ്റിക്കൽ ഗോഡ് ഫാദറുമായി. അതായത് കേരളത്തിലെ മൈനോറിറ്റി, അതായത് മുസ്ലിം ലീഗ്, അവരുടെയാണ് മുഖ്യമന്ത്രി. മനസ്സിലാക്കുക, എവിടെ പോയി നിൽക്കും ഇത്? അതാണ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഉണ്ടാകാൻ വലിയ പൊട്ടൻഷ്യൽ സാധ്യതയാണ്. ഇതങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും വെറുതെ ഇരിക്കത്തില്ല. അവരവരുടെ ഏജൻസികൾ അങ്ങോട്ട് ഇറങ്ങും, പല അന്വേഷണങ്ങൾ തുടങ്ങും. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനും മറ്റുള്ള പല ഏജൻസികൾക്ക് ഇത് അന്വേഷിക്കാം. അതായത് അവരങ്ങ് ജാഗരൂകരാകും. കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്കും കിട്ടുന്നൊരു ചാൻസാണ്. അതായത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഫാമിലി ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേസുകൾ എങ്ങനെ, അതവസാനം ഒരു ഫാമിലി ചെന്നങ്ങ് നിൽക്കുകയാണ്. അതായത് ഇന്നത്തെ സ്ട്രോങ് ഫാമിലി മലപ്പുറം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫാമിലിയിലോട്ട് ഇതിനെ കൈ ചൂണ്ടും. ആലോചിച്ച് നോക്കുക, ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ഈ പറയുന്ന ലീഗിൻ്റെ ഫാമിലിയിൽ കയറി ഈ പറയുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുക. പൊളിറ്റിക്സ് മാറിയോ ഇല്ലയോ? കേരളത്തിൽ ക്രിമിനൽ സംഘം കൂടുന്നു, ഗുണ്ടായിസം കൂടുന്നു. ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട് പിക്ചർ മാറിയോ ഇല്ല? അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പലതും ഈ രീതിയിലൊന്നും ആയിരിക്കത്തില്ല വരാനുള്ള ദിവസം പോകുന്നത്. ഈ BJP വെറുതെ ഇരിക്കത്തൊന്നുമില്ല, മോദി ഗവൺമെൻറ് വെറുതെ ഇരിക്കുമോ? ഇതേപോലെ മുസ്ലിം ലീഗിന് ആളാകാൻ കൊടുക്കുമോ? അത് കാരണം ഈ പറയുന്ന സതീശന് കോൺഗ്രസ് പാർട്ടിയിൽ ഭൂരിപക്ഷമില്ല, കോൺഗ്രസ് പാർട്ടിയിലും ഭൂരിപക്ഷമില്ല. ഇതെല്ലാം കണ്ട് ഈ പറയുന്ന KC വേണുഗോപാൽ സൈലൻ്റ് ആയിട്ടിരിക്കുമോ? അത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതുമെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഈ പറയുന്ന മലപ്പുറത്തെ ലീഗിൻ്റെ ഫാമിലിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനൊന്നും പോസിബിലിറ്റി ഉണ്ട്. ഇതൊന്നും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ വളഞ്ഞു ഒടിഞ്ഞും ഒക്കെ കയറി വരും. ഇപ്പം നേരത്തെ കാസർഗോഡ് ലീഗിൻ്റെ ഒരു MLA സ്വർണ്ണക്കള്ളക്കടത്തും ആൾക്കാരെ നിന്ന് പണം വാങ്ങി. ഇതൊക്കെ കേരള പോലീസ് അന്വേഷിച്ച പല കേസുകളുണ്ട്. കാരണം പിണറായി വിജയനും ലീഗുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധം പല കേസുകളും കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ആ രീതിയിൽ സതീശൻ കളയുമ്പോൾ
ഇത് വലിയ മീഡിയ ഡിബേറ്റിലോട്ടങ്ങ് മാറും. അതായത് കേന്ദ്ര ഏജൻസികൾക്ക് ഇത് പലതും അന്വേഷിക്കേണ്ടതായിട്ട് ഗതികേടിലോട്ടങ്ങ് മാറും. എന്നിട്ട് ഈ പറയുന്ന ഫാമിലിയെ കൺട്രോൾ ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻറ്റിസിപ്പേഷൻ അല്ല എൻ്റെ ആൻറ്റിസിപ്പേഷൻ. സതീശിനെ ഫ്രീ ആയിട്ട്, അതായത് ഫ്ലൈ സോളിൽ ഫ്രീ ആയിട്ട് പറക്കാനൊന്നും പിടുത്തൊന്നുമില്ല. അതാണ് ഇന്ത്യയുടെ ഒരു നിയമം. അങ്ങനെ പറക്കാൻ വിട്ട് മുസ്ലിം ലീഗും കൂടെ പറന്നു കഴിഞ്ഞാൽ അപ്പം അതിനെ കൺട്രോൾ ചെയ്യും. അതിൻ്റെ ആദ്യ വെടിയാണ് സുകുമാരൻ നായർ പൊട്ടിച്ചത്. സുകുമാരൻ നായർ വെറുതെ പറയുന്നതൊന്നുമല്ല, അയാൾ വെറുതെ പറയും, പക്ഷെ അയാൾ ഷാർപ്പായിട്ടാണ് പറയുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് പത്രസമ്മേളനം പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ അയാൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് BJP ഈ ചാൻസ് കളയത്തില്ല. കോൺഗ്രസിനകത്തൊരു ബ്ലോക്ക് ഉണ്ട്, അതായത് ഞാൻ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കും ഈ ചാൻസ് കളയത്തില്ല. അതേപോലെ KC വേണുഗോപാൽ ഈ പറയുന്ന ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനെ പഴയ പോലെ ട്രീറ്റ് ചെയ്യത്തില്ല. അവർ മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങളെ മാക്സിമം ഒതുക്കാൻ ശ്രമിക്കും. ഇഷ്യൂസ് നാഷണലൊക്കെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് ആ ഇഷ്യൂ അങ്ങ് ഏറ്റെടുക്കത്തില്ല. തൽക്കാലം വേണ്ട, അവർ തെറ്റ് ചെയ്തവൻ, അതായത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന ചാൻസ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് അതിൻ്റെ കേസ് അവരങ്ങ് അനുഭവിച്ചോട്ടെ. കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസും കൂടെ നിന്നാലല്ലേ ഇവരുടെ കൂടെ തണലിലാരെങ്കിലും ഉണ്ടാവത്തുള്ളൂ. ഇതാണ് പറയുന്നത്, മൾട്ടിപ്പിൾ ആംഗിളിൽ ചിന്തിച്ചോണം. പഴയ രീതിയിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയൊന്നും മുസ്ലിം ലീഗിന് കിട്ടത്തൊന്നുമില്ല. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി അടുത്ത പ്രാവശ്യം വയനാട് മത്സരിക്കത്തുമില്ല. അവർ റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കും. കാരണം അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന പാണക്കാട് തങ്ങളുടെ ഫാമിലി ഉൾപ്പെടെയുള്ളവർ, ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ, അതായത് കൃത്യമായിട്ട് വീക്ഷിക്കും, ശരിക്കും മോണിറ്റർ ചെയ്യും. സതീശിനെ അനക്കാൻ വിടത്തില്ല. ഇതേപോലെയുള്ള ഇഷ്യൂ വന്നു, മീഡിയയിൽ അലേർട്ടായി, നാഷണൽ മീഡിയ ഇതങ്ങ് വലിയൊരു സംഭവമാക്കി മാറ്റിയെടുക്കും. അതായത് ഇന്ത്യക്കെതിരെ, അതായത് ആൻറ്റി ഇന്ത്യ പ്രവർത്തനം നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു. സതീശിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രീതിയിലോട്ടാണ് ഇനി അതാണ് ഞാൻ ഈ പറയുന്ന 60 ദിവസം. കാരണം ലീഗിൻ്റെ പ്രവർത്തകർക്കും അണികൾക്കും അവരുമായിട്ട് കൂടെ നിൽക്കുന്നവർക്കും അവർക്ക് ഈ 10 വർഷം കഴിഞ്ഞ് കിട്ടുന്നൊരു സമയമാണ്. അവരാവേശത്തോട് പലതും കയറി എടുത്തിയാടി കേസും പ്രശ്നവും ഒക്കെ ആയി കഴിയുമ്പോൾ ഇന്ത്യ മുഴുവനും ഫ്ലോട്ട് ചെയ്ത് ഇഷ്യൂ ആയി കഴിയുമ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികളെ കൊണ്ടും ഇറക്കും. ആ ഏജൻസികളെ കൊണ്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെടുന്നത് ആരാണ്? നേരിട്ട് സതീശനെ അല്ല, അതായത് അവരുടെ മറ്റൊരു സതീശനെ ആക്കിയ പാർട്ട്ണർ, അവരുടെ ആൾക്കാരെ, അവരുടെ അണികളെ പിടിച്ചങ്ങ് സ്കാൻ ചെയ്താൽ മതി. അത്ര സ്മൂത്തായിരിക്കത്തില്ല. ഇത് മാത്രമാണ് മനസ്സിലാക്കുക. വരാൻ പോകുന്ന 60 ദിവസത്തിനുള്ളിൽ എവിടെ ചെന്ന് നിൽക്കും, എത്ര കേസുകളുണ്ടാകും, എത്രമാത്രം ഗോൾഡ് കള്ളക്കടത്ത് കേസുകൾ, ക്രിമിനൽ സംഘങ്ങളുണ്ടാകും. ഇതെല്ലാം ഇപ്പോഴത്തെ അതായത് സ്വർണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ പുതിയ പോളിസിയും, അതേപോലെ മിഡിൽ ഈസ്റ്റിലെ തൊഴിലില്ലായ്മയും അവിടുത്തെ ക്രൈസിസും എല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടാകാനുള്ള ആൻറ്റിസിപ്പേഷൻ, അതായത് പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇത് തള്ളിക്കളയരുത്. ഇതെൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കുക.